എനിക്ക് അല്ല ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയണേ? ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ്. ഷഫാഖ് നാസ് എന്ന നടിയെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞത്. ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണ്. അവർക്ക് സുന്ദരിയാണ്, അതിനേക്കാളും സുന്ദരിയാണ് ഹണി റോസ്. അപ്പൊ അവരെ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല. ബോച്ചയെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞ എന്താണ്? ബോച്ച ചെയ്തത് തെറ്റാണ്, അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലർ ആയാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാര് കൂടുള്ള പെൺപിള്ളാരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും, മോശമാക്കും. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കുമാരി ഹണി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമലാപോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷൻ പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത്, ഒരു പബ്ലിക് ഡെക്കോറമുള്ള സ്ഥലത്താണ് പോകുന്നത്. ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത്. അതായത് പബ്ബ് വേറെ, പള്ളിക്കൂടം വേറെ. പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്. പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ് ഇട്ട് പബ്ബിൽ പോകണമെന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബിലോ അങ്ങനെ പോകുന്നതിൽ ആരും തെറ്റില്ല. പബ്ബിലോ നൈറ്റ് ക്ലബിലോ പോയി നമ്മുടെ കസവ് സാരി എടുത്ത് ഹാഫ് സാരി എടുത്ത് പോകണമെന്ന് ആരും പറയുന്നില്ലല്ലോ. പക്ഷേ അതേപോലെ ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞത് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ് സൂചിപ്പിക്കാനാണ്. കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്തു. ഹണി റോസിന് ധാരണയുണ്ടെങ്കിൽ അങ്ങനെയല്ല, വളരെ ബഹുമാനത്തോടു കൂടി പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസ് ആണ് ഹണി റോസും. മറ്റേ തെലുങ്കില് നമ്മുടെ വീരസിംഹറെഡ്ഡിയിലും നന്ദമൂരി ബാലകൃഷ്ണൻ ഒക്കെ നായികയായിട്ട് അഭിനയിച്ചാണ്. അതേപോലെ അമലാപോളും പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. അമലാപോളിന്റെ വിഷയം നിങ്ങൾ കണ്ടു കാണും. എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ ഉള്ള ഒരു കോളേജിൽ പള്ളിയിലെ അച്ഛന്മാരും വിദ്യാർത്ഥികളും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സും ഒരു മൈക്രോ മിനി സ്കേർട്ടും ഇട്ട് അവർ അവിടെ ചെല്ലുന്നത് ഒരു ഡെക്കോറത്തിന്റെ ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പക്ഷെ പറയുമ്പോൾ പ്രകോപിതാവും. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചാനൽ അതേപോലൊരു ആളെ അങ്ങനെ ഡ്രസ് ഇട്ടിരുത്തി ഒരു വാർത്ത വായിപ്പിക്കും. ഏതെങ്കിലും ഒരു ചാനലിൽ അതേപോലത്തുള്ള ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തി, ആ ഡ്രസ് കോഡ് ഒരു പ്രശ്നമല്ല, നൈറ്റ് ക്ലബിൽ പ്രശ്നമല്ല, പബ്ബിന് പ്രശ്നമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലുകളിൽ അത്തരം ഡ്രസ് കോഡ് ഇട്ട് വരുന്ന ഒരു വ്യക്തിയെ എന്നാൽ നിങ്ങൾ വാർത്ത വായിക്കാനിരുന്നോളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഡീസൻസി ഡെക്കോറും ഉണ്ട്. ഇത് ആർക്കും അറിയാനിട്ടൊന്നുമല്ല. പക്ഷെ കണ്ണടച്ചിട്ടാക്കുക, കണ്ണടച്ചിട്ടാക്കിയിട്ട് അതിനെ പുരോഗമനം വിളിക്കാം. ക്ഷമിക്കണം.